ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെക്ടേഴ്സ് ആൻഡ് സ്റ്റാറ്റിക്സ് എന്ന മൊഡ്യൂളിലെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്ടർ അഡീഷൻ മെത്തേഡ്സ്, റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റിസൾട്ടൻറ്റും ഇക്വിലിബ്രിയൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാമീസ് തിയറം. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ലാമീസ് തിയറം. ദെൻ എന്താണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്, മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ എ കപ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ റിസൾട്ടൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല, കുറേ ഫോഴ്സുകൾ കൂടി ചേർന്നിട്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റ് ഒരു സിംഗിൾ വെക്ടറായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പം റിസൾട്ടൻ്റ് ഇസ് എ സിംഗിൾ ഫോഴ്സ് ദാറ്റ് ക്യാൻ ബി റീപ്ലേസ് ദ എഫക്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ്. അതായത് ഒരുപാട് ഫോഴ്സസിൻ്റെ എഫക്റ്റ് ഒരു സിംഗിൾ ഫോഴ്സായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് റിസൾട്ടൻ്റ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് വെക്ടേഴ്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഫോഴ്സ് ആയിട്ട് എടുത്തു. റിസൾട്ടൻ്റ് ഈസ് എ സിംഗിൾ ഫോഴ്സ് ഓർ സിംഗിൾ വെക്ടർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ എഫക്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് ഓർ വെക്ടേഴ്സ്. ഇനി റിസൾട്ടൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇക്വിലിബ്രൻ്റ്. ഇക്വിലിബ്രൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോഴ്സ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദി റിസൾട്ടൻ്റ്. റിസൾട്ടൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെക്ടറിനാണ് നമ്മൾ ഇക്വിലിബ്രൻ്റ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രൻ്റ് ആൻഡ് റിസൾട്ടൻ്റ് ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷൻ. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഡിറക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ്. F1 F2 എന്നുള്ള രണ്ട് ഫോഴ്സ് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ വെച്ചാണ് അതിൻ്റെ റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡയഗണലാണ് റിസൾട്ടൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ F1 F2ൻ്റെ റിസൾട്ടൻ്റ് ആണ് ഈ ഒരു ഡയഗണൽ. അപ്പം ഇക്വിലിബ്രൻ്റ് എന്ന് പറയുന്നത് അതേ മാഗ്നിറ്റ്യൂഡുള്ള വേറെ ഒരു ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. അപ്പോൾ ഈ F3യെ നമ്മൾ ഇക്വിലിബ്രൻ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഈ റിസൾട്ടൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡയറക്ഷൻ, ബട്ട് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ റിസൾട്ടൻറ്റും ഇക്വിലിബ്രൻ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ് ലാമീസ് തിയറം. ലാമീസ് തിയറം പറയുന്നത് when three forces acting at a point are in equilibrium, then each force is proportional to the sine of the angle between the other two forces. എന്താണ്? when three forces acting at a point are in equilibrium, then each force is proportional to the sine of the angle between the other two forces. അപ്പോൾ ഇവിടെ നോക്കി ഫിഗറിൽ പി ക്യു ആർ എന്നുള്ള മൂന്ന് ഫോഴ്സസ് ആണ്. ആക്ച്വലി പി ക്യു എന്നുള്ള രണ്ട് ഫോഴ്സസിൻ്റെ ഇക്വിലിബ്രൻ്റ് ആണ് ആർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് നമുക്കതിന് റിസൾട്ടൻ്റ് വരക്കാം. നേരെ ഓപ്പോസിറ്റാണ് ആർ കിടക്കുന്നത്. അപ്പോൾ ഇത് ഇക്വിലിബ്രൻ്റ് ആണ്. അപ്പോൾ ഈ ഇക്വിലിബ്രൻ്റ് നമ്മളിവിടെ വരക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിയും ക്യൂവും ആറും ഇക്വിലിബ്രിയത്തിലാവും. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ ഇക്വിലിബ്രൻ്റ് വരച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പി ക്യു ആർ മൂന്ന് ഫോഴ്സുകളും ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പം ലാമീസ് തിയറം പറയുന്നത് എന്താണ്? when three forces acting at a point, ഈ പോയിന്റിലാണ് മൂന്ന് ഫോഴ്സും ആക്ട് ചെയ്യുന്നത്, are in equilibrium, then each force is proportional to the sine of the angle between other two forces. അപ്പം ഈ പി എന്നുള്ള ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും? ഈ രണ്ട് ഫോഴ്സസിനും ഇടയിലുള്ള ആംഗിളിന്, അതിൻ്റെ സൈൻ ഓഫ് ദി ആംഗിൾ. അപ്പം പി എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും? പി ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ആൽഫ, ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ബീറ്റ, ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഗാമ. അതാണ് പറയുന്നത്. പി ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ആൽഫ, ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ബീറ്റ, ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഗാമ. ഓക്കെ, അപ്പം നമ്മൾ മാത്തമാറ്റിക്കലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു ആർ ബൈ സൈൻ ഗാമ. ആക്ച്വലി പി ബൈ സൈൻ ആൽഫ എന്ന് പറയുന്നത് പി ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ആൽഫ ആണ്. ക്യൂ ബൈ സൈൻ ബീറ്റ ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈക്വൽറ്റിയെ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. അപ്പോൾ പി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് പി ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ആൽഫ. അതുപോലെ ക്യൂ ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ബീറ്റ. അതേപോലെ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഗാമ. ഇങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ലാമീസ് തിയറത്തിൻ്റെ പി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു ആർ ബൈ സൈൻ ഗാമ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു തന്നിട്ടുള്ളൊരു ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ഗിവൺ ഫോഴ്സ് ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ടു ഫോഴ്സസ്. ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഈ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് കമ്പോണൻസ്. എന്താണ് കമ്പോണൻസ്? ഫോഴ്സസിനെ നമുക്ക് എഫ് എന്നുള്ള ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് രണ്ട് ഫോഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫോഴ്സിനെ നമ്മൾ കമ്പോണൻ്റ് ഓഫ് ദി ഫോഴ്സ് എന്ന് പറയും. ഇനി നമുക്ക്
ഇങ്ങനെ ഈ കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെസൊല്യൂഷൻ? റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് റീപ്ലേസിങ് എ ഫോഴ്സ് ഇൻ ടു ഇറ്റ്സ് കോമ്പോണൻസ്. ഇറ്റ്സ് കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. Okay, the process of replacing a force into its components is known as resolution. ഇനി നമുക്ക് റെസൊല്യൂഷൻ പല തരത്തിലും ചെയ്യാം. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് കേസ് എന്ന് പറയുന്നത് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിൻ്റെ രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയും റെക്റ്റാങ്കുലർ കോമ്പോണൻസ്. അപ്പോൾ എന്താണ് റെക്റ്റാങ്കുലർ കോമ്പോണൻസ്? ഇഫ് ടു കോമ്പോണൻസ് ആർ പെർപെൻഡിക്കുലർ ടു വൺ അനദർ then they are known as rectangular components. ഇപ്പോൾ നമ്മളൊരു ഫോഴ്സ് എഫ് എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിനെ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു, എഫ് എക്സ് എഫ് വൈ. അത് എക്സ് വൈ എന്നുള്ള രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ്. ഈ ഡയറക്ഷനിലായിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. എഫിൻ്റെ ഒരു കോമ്പോണൻറ്റ് ഇങ്ങോട്ട് പോകുന്നുണ്ട്, മറ്റേ കോമ്പോണൻറ്റ് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എക്സ്, ഇത് എക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ ശരിക്കും ഐ ആണ്. അപ്പോൾ നമുക്ക് എഫ് എക്സ് ഐ പ്ലസ് ഇത് വൈ ഡയറക്ഷനിലാണ്. അപ്പോൾ എഫ് വൈ, വൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ജി ആണ്, എഫ് വൈ ജെ, അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എഫിൻ്റെ എക്സ് കോമ്പോണൻ്റ് ആണ് എഫ് എക്സ്, എഫിൻ്റെ വൈ കോമ്പോണൻ്റ് ആണ് എഫ് ഐ. ഓക്കെ, ഇതിൽ രണ്ടിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് എഫ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എക്സ് കോമ്പോണൻറ്റും വൈ കോമ്പോണൻറ്റും എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഈ ഫിഗറിൽ നിന്ന് നമുക്കത് കണ്ടുപിടിക്കാം. അപ്പം ഇത് എഫ് ഐ ആണ്. അപ്പോൾ അതിന് പാരലായിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ഇമാജിനറി ലൈൻ വരച്ചു. അപ്പോൾ ഇതും എന്ത് തന്നെ ആയിരിക്കും? എഫ് വൈ എന്നായിരിക്കും ഡിസ്റ്റൻസ്. അതുപോലെ ഇത് എഫ് എക്സ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസും എന്ത് തന്നെ ആയിരിക്കും? എഫ് എക്സ്. ഇനി നമുക്ക് ഈ ഫിഗറിൽ നിന്ന് വോട്ട് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നിസ് അല്ലേ? അപ്പം ഹൈപ്പോട്ട്നിസ് എന്താണ്? എഫ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്താ? എഫ് വൈ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം സൈൻ തീറ്റ ഈക്വൽ ടു എഫ് വൈ ബൈ എഫ്. അതേപോലെ വോട്ട് ഇസ് കോസ് തീറ്റ? cos theta equal to adjacent side by opposite. What is adjacent side? fx. Hypotenuse എന്താണ്? f. അപ്പോൾ cos theta equal to fx by f ആണ്. fx by f. അപ്പോൾ നമുക്ക് എന്താണ്? fx എന്തെഴുതാം? fx equal to f cos theta. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു sin theta എന്ന് പറയുന്നത് fy by f ആണ്. Therefore fy equal to f sin theta. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. fx equal to f cos theta, fy equal to f sin theta. ഇതാണ് എക്സ് കോമ്പോണൻറ്റ്. ഇതിനെ നമ്മൾ റെക്റ്റാങ്കുലർ കോമ്പോണൻസ് എന്ന് പറയും. എക്സ് കോമ്പോണൻറ്റ് ഓഫ് ദി ഫോഴ്സ്, ദിസ് ദി വൈ കോമ്പോണൻറ്റ് ഓഫ് ദി ഫോഴ്സ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് ആണ്. മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത് മൊമെൻറ്റ് of a force is the product of force and perpendicular distance from the point to the line of action of the force. അതായത് ഫോഴ്സും ആ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റ് ആണ് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് ടെൻഡൻസി ടു കോസ് എ ബോഡി ടു റൊട്ടേറ്റ് അബൌട്ട് എ സ്പെസിഫിക് പോയിന്റ് ഓർ ആക്സിസ്. അതായത് ഈ മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി അതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാക്കില്ല, ബട്ട് നമ്മൾ അതിൽ ആക്ട് ചെയ്യുമ്പം ആ ബോഡിയെ അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു സ്പെസിഫിക് പോയിന്റിൽ അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അതിൻ്റെ മെഷറിനെയാണ് നമ്മൾ ആക്ച്വലി മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ മൊമെൻറ്റിൻ്റെ ഒരു ആൾട്ടർനേറ്റ് വേർഷനാണ് കപ്പിൾ എന്ന് പറയുന്നത്. കപ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു പാരലൽ ഫോഴ്സസ് ദാറ്റ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡിറക്ഷൻ ആൻഡ് ഡു നോട്ട് ഷെയർ എ ലൈൻ ഓഫ് ആക്ഷൻ. അപ്പോൾ കപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പാരലൽ ഫോഴ്സസ് ദാറ്റ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡിറക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് പാരലൽ അൺലൈക്ക് ഫോഴ്സസ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ കപ്പിൾ കൺസിസ്റ്റ് ഓഫ് ടു അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ആൻഡ് ഡു നോട്ട് ഷെയർ എ ലൈൻ ഓഫ് ആക്ഷൻ. ഡു നോട്ട് ഷെയർ എ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി ഒരു കപ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എഫ് എന്നുള്ളൊരു ഫോഴ്സ് മേലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ എൻഡിലാണ് ആണല്ലേ? ഇത് ഇങ്ങോട്ട് താഴേക്ക്. അപ്പോൾ രണ്ട് ഫോഴ്സും ഈക്വൽ ആണ് മാഗ്നിറ്റ്യൂഡിൽ, ബട്ട് ഡിറക്ഷൻ ഡിഫറെൻ്റ് ആണ്. ഇത് ആക്ച്വലി പാരലൽ ഫോഴ്സ് ആണ്. ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട്, രണ്ട് പാരലൽ ഫോഴ്സ് ആണ്, ബട്ട് പാരലൽ അൺലൈക്ക് ഫോഴ്സസ് ആണ്. പക്ഷെ ഒരേ ലൈൻ ഓഫ് ആക്ഷൻ ഇല്ല. ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇവിടെയാണ്, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇവിടെയാണ്. ഒരേ പോയിന്റിലല്ല ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈൻ ഓഫ് ആക്ഷൻ കോമൺ അല്ല. എന്താണ് കപ്പിൾ? കപ്പിൾ കൺസിസ്റ്റ് ഓഫ് ടു അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ആൻഡ് ഡു നോട്ട് ഷെയർ എ
ലൈൻ ഓഫ് ആക്ഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ട്രാൻസ്ലേഷൻ, ഇറ്റ് പ്രൊഡ്യൂസസ് ഓൺലി റൊട്ടേഷൻ. ഇതൊരിക്കലും ഈ ബോഡിയെ ട്രാൻസ്ലേഷൻ മോഷൻ വരുത്താൻ ഇതിന് പറ്റില്ല. കാരണം എന്താ? ഇവിടെ പിടിച്ചിട്ട് ഒരാൾ വലിക്കുക, ഇപ്പുറത്ത് പിടിച്ചിട്ട് ഒരാൾ വലിക്കുക. അപ്പോൾ അത് എന്തായാലും എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? റൊട്ടേഷൻ മോഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് ഓഫ് എ കപ്പിൾ ഇസ് 0. എന്തുകൊണ്ട് റിസൾട്ടൻ്റ് 0 എന്ന് പറയുന്നത്? ഇവിടെ എഫ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതേ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഇപ്പുറത്തേക്കും ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം റിസൾട്ടൻ്റ് ഫോഴ്സ് ഓഫ് എ കപ്പിൾ ഇസ് 0. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, കൂടുതൽ വെയിറ്റേജിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. അതായത് വർക്ക് ഡൺ ബൈ എ കപ്പിൾ, ഒരു കപ്പിൾ ഉണ്ടാക്കുന്ന വർക്ക് ഡൺ എത്രയാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എ ബി എന്നുള്ള ഒരു ബോഡി കൺസിഡർ എ ബോഡി എ ബി. കൺസിഡർ എൻ ഒബ്ജക്റ്റ് ഓർ ബോഡി ഓഫ് ലെങ്ത് എ ബി. ബി ഇവിടെയാണ് കേട്ടോ, മാറിപ്പോയതാണ് എ ബി. അതിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു കപ്പിൾ ആക്ട് ചെയ്യുന്നത്. ഇവിടേക്ക് എഫ് എന്നുള്ളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, താഴേക്കും. ഇപ്പോൾ എഫ് എന്നുള്ള ഒരു കപ്പിൾ ഈ ബോഡിയുമേ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എഫ് ഇങ്ങോട്ടും എഫ് ഇങ്ങോട്ടും. അപ്പോൾ നിങ്ങൾക്കറിയാം കപ്പിൾ ആക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബോഡിക്ക് റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകും. അപ്പം ഈ ഫോഴ്സ് ഇതിനെ ഇങ്ങോട്ട് മേലേക്ക് പിടിച്ച് വലിക്കുമ്പോൾ ഈ ഫോഴ്സ് എന്ത് ചെയ്യും? ഇതിനെ താഴേക്ക് പിടിച്ച് വലിക്കും. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും, ബോഡി റൊട്ടേറ്റ് ചെയ്യും. ബോഡി റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഫോഴ്സ് കൊണ്ട് ബോഡി എ എന്നുള്ള പോയിന്റിൽ നിന്നും A1 എന്നുള്ള പോയിന്റിലോട്ട് തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ബി എന്നുള്ള പോയിന്റിൽ നിന്നും B1 എന്നുള്ള പോയിന്റിലോട്ട് തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും ഈ ഫോഴ്സ് കാരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ്? എഫ് എന്നുള്ളൊരു കപ്പിൾ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ആക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എ എന്നുള്ള പോയിന്റിൽ നിന്നും അത് A1 എന്നുള്ള പോയിന്റിലോട്ട് മാറും, ബി എന്നുള്ള പോയിന്റിൽ നിന്നും B1 എന്നുള്ള പോയിന്റിലോട്ടും മാറും. അപ്പം ഈ റൊട്ടേഷണൽ ആംഗിളിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? തീറ്റ ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം മൊമെന്റ് ഓഫ് എ കപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പം മൊമെന്റ് ഓഫ് കപ്പിളിനെ നമ്മൾ സി എന്ന് റെപ്രസെന്റ് ചെയ്യുക. സി ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? എഫ് ആണ് അല്ലേ? രണ്ടിടത്തും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് എ ബി ആണ്. അപ്പോൾ നമുക്ക് കപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എ ബി. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? വർക്ക് ഡൺ ബൈ എ കപ്പിൾ. അപ്പോൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം മൂവ് ചെയ്തു, അതുപോലെ ഈ ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം മൂവ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഈ ഫോഴ്സ് ആക്ട് ചെയ്തപ്പോൾ ഇത് എത്ര നീങ്ങി? എ എന്നുള്ള പോയിന്റിൽ നിന്നും A1 എന്നുള്ള പോയിന്റിലോട്ട് നീങ്ങി. അപ്പോൾ A1 ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്, പ്ലസ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? B1 ആണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും കൊണ്ടുണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് FA1 പ്ലസ് FB1. ഓക്കെ, ഇനി നമ്മൾ A1ഉം B1ഉം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ആർക്കിൻ്റെ റേഡിയസ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കറിയാം. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ആംഗിൾ തീറ്റ ഈക്വൽ ടു എന്താണ്? A1 ഡിവൈഡഡ് ബൈ AO. ഇവിടെ നമ്മളൊരു O എന്നുള്ള പോയിന്റ് ഇടുകയാണെങ്കിൽ AO. അതേപോലെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? B1 ബൈ ഈ ഡിസ്റ്റൻസ് OB അല്ലെങ്കിൽ BO എന്ന് കൊടുക്കാം. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? A1 ബൈ AO ആൻഡ് B1 ബൈ BO. അപ്പോൾ നമുക്ക് A1 എന്ത് എഴുതാം? A1 ഈക്വൽ ടു AO ഇൻറ്റു തീറ്റ, B1 ഈക്വൽ ടു BO ഇൻറ്റു തീറ്റ. ഇനി നമ്മൾ ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് വർക്ക് ഡണ്ണിൽ. ഇപ്പോൾ W ഈക്വൽ ടു എഫ് ഇൻറ്റു AO ഇൻറ്റു തീറ്റ. A1ന് പകരം എന്ത് കൊടുക്കാം? AO ഇൻറ്റു തീറ്റ, പ്ലസ് എഫ് ഇൻറ്റു B1ന് പകരം എന്ത് കൊടുക്കാം? BO ഇൻറ്റു തീറ്റ. ഓക്കെ, ഇനി ഇതിൽ എഫ് കോമൺ ആയതുകൊണ്ട് നമ്മൾ എഫിനെ പുറത്തേക്ക് എടുത്തു, എഫ് ഇൻറ്റു AO. അതുപോലെ തീറ്റയും കോമൺ ആണ്. അപ്പോൾ തീറ്റനെ ഇപ്പുറത്തും കൊടുന്നു, എഫിന് ഇപ്പുറത്തേക്കും കൊടുന്നു. AO പ്ലസ് BO ഇൻറ്റു തീറ്റ. ബട്ട് AO പ്ലസ് BO ഈസ് നത്തിങ് ബട്ട് AB. അപ്പോൾ എഫ് ഇൻറ്റു AB ഇൻറ്റു തീറ്റ. നൗ എഫ് ഇൻറ്റു AB നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്താണ്? കപ്പിളാണ്. അപ്പോൾ സി. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ എന്ത് എഴുതാം? സി ഇൻറ്റു തീറ്റ. അപ്പോൾ വർക്ക് ഡൺ ബൈ എ കപ്പിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വർക്ക് ഡൺ ബൈ എ കപ്പിൾ ഇസ് ഈക്വൽ ടു സി തീറ്റ. സി ഈസ് ദി മൊമെൻറ്റ് ഓഫ് ദി കപ്പിൾ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഓർത്ത് വെക്കുക. ലാമീസ് തിയറും വർക്ക് ഡൺ ബൈ എ കപ്പിൾ. ഓക്കെ, താങ്ക് യു.